ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയമൊരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ 100 റംദാൻ സെയിൽ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. കൊണ്ടോട്ടി നഗരസഭ ഏർപ്പെടുത്തിയ പ്രഥമ അഹമ്മദ് പ്രതിഭാ പുരസ്കാരം ഇന്ത്യൻ ഫുട്ബോളർ അനസ് എടത്തൊടികയ്ക്ക് സമ്മാനിച്ചു. ഫുട്ബോൾ പ്രേമികളും കായിക താരങ്ങളും നിറഞ്ഞ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കൊണ്ടോട്ടി നഗരസഭ ഏർപ്പെടുത്തിയ പ്രഥമ അഹമ്മദ് പ്രതിഭാ പുരസ്കാരം ഇന്ത്യൻ ഫുട്ബോളർ അനസ് എടത്തൊടികയ്ക്ക് ഫുട്ബോൾ പ്രേമികളും കായിക താരങ്ങളും നിറഞ്ഞു കവിഞ്ഞ പ്രൗഢ ഗംഭീരമായ ചടങ്ങിലാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സമ്മാനിച്ചത്. കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിദ ഷഹീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പരിധിയിൽ ദേശീയ സംസ്ഥാന ശ്രദ്ധ നേടിയ പ്രതിഭകളെ ആദരിക്കുന്നതിന് നഗരസഭാ ഭരണസമിതി ഏർപ്പെടുത്തിയതാണ് മുൻ കേന്ദ്രമന്ത്രി അഹമ്മദിന്റെ പേരിലുള്ള പ്രതിഭാ പുരസ്കാരം. ഹോട്ടൽ കൗജു എയർപോർട്ട് ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 4 ലക്ഷം രൂപയും മൊമന്റോയും പ്രശംസാപത്രവും പുരസ്കാര ജേതാവിന് സമ്മാനിച്ചു. വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് പ്രചോദനവും മാതൃകയുമാണ് നഗരസഭയുടെ ഈ പുരസ്കാരമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പറഞ്ഞു. അഹമ്മദിന്റെ കഴിവും ഭരണപാഠവും അനുസ്മരിച്ച VC ഇത്തരം സംരംഭങ്ങളും മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ TV അഹമ്മദ്, നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ റംല കൊടവണ്ടി, C മിനിമോൾ, KP ഫിറോസ്, CT ഫാത്തിമത്ത് സൂറാബി, A മുഹീദ്ദീൻ അലി, കൗൺസിലർമാരായ കോട്ട ഷിഹാബ്, K സാലിഹ്, ഡോക്ടർ CT അജ്മൽ, സുരേഷ് നിറാട്, മുസ്തഫ മുണ്ടപ്പലം, പ്രഹ്ലാദകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ഇതെന്ന് മറുപടി പ്രസംഗത്തിൽ അനസ് എടത്തൊടിക പറഞ്ഞു. പുരസ്കാരത്തുകയിൽ നിന്ന് 20,000 രൂപ തിരുവനന്തപുരം CH സെന്ററിന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ മന്ത്രി നടത്തിയ പ്രസ്താവന ശരിയല്ലെന്നും കൃത്യസമയത്ത് തന്നെ താൻ അപേക്ഷ നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെ വിരമിച്ച പ്രധാന അധ്യാപകരെയും വിവിധ തുറകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.